ഗൈസ്, വെൽക്കം ടു ഫയർ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ബേബി എന്നെല്ലാണ്. ഗൈസ്, പിന്നെ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ബെല്ലൈക്കും കമൻറ്റും ചെയ്യണേ. ഗൈസ്, ലോഡിങ് ആവുന്നുണ്ട്. 1 night ആണ് ഗൈസ് ഫസ്റ്റ് നമ്മൾ കളിക്കുന്നത്. ഗൈസ്, കളി കയറിയുണ്ട്. ഫസ്റ്റ് തന്നെ ബേബി ഫീഡ് ദ ബേബി ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് കേട്ടോ. സോറി ഗൈസ്, ബ്രിഡ്ജ് ആയിപ്പോയി. ഗൈസ് ഇറങ്ങി പോയാറാണ്. ഓനൊക്കെ ഉണ്ടല്ലോ. ഓണം കൊടുക്കാം. ഗൈസ്, ചേഞ്ച് ബേബി, ടേക്ക് ബേബി ടു ചേഞ്ച് ടേബിൾ. എന്നെ ചേഞ്ച് ടേബിൾ കൊണ്ടുപോയി ഇരുത്തണം. ഇനി എൻ്റെ പോക്കോ പാൻസ് എടുത്തിട്ട് അപ്പോൾ ഗൈസ്, ഇവൻ്റെ കൂടെ അങ്ങനെ ഇരിക്കണം. ഇനി ഇങ്ങോട്ട് പോകണ്ട. പുട്ട് ബേബി ടു സ്ലീപ്, ടേക്ക് ടു ബെഡ്. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവൻ്റെ. അതിനാണ് എൻ്റെ ഇതുണ്ട് ഗൈസ്. കുട്ടിച്ചാത്തനാണ് എന്തുണ്ട്. ഫൈൻഡ് ദ ബുക്ക് സ്റ്റോറി അപ്പോൾ ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ്. അപ്പോൾ ഗൈസ് വായിച്ചു കൊടുക്കാമെന്ന് ഗൈസ്. ഇങ്ങനെയാണ് പോയാൽ മതി. ടെസ്റ്റ് വേണോ? ഞാൻ ഉറങ്ങിണ്ടാവും ഗൈസ്. ഉറങ്ങി. ലീഡ് ടു ക്ലോസ് ദ ഡോർ. വാച്ച് TV ഓൺ ദ സോഫ. സോഫ ഇവിടെ. ഞാൻ കൂടെ ഇരിക്കാം ഗൈസ്. ഗൈസ്, ഒരു പൂച്ചല്ല ഇതിരിക്കുന്നത്. ടോസ്റ്റ്. ഇത് മറ്റേ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതാണല്ലേ. ഉറക്കം വേണ്ടി ഗൈസ് ഇവനെ തോന്നുന്നു. കുട്ടി കരയുണ്ട്. ഈ ചെറുക്കനെ കൊണ്ട്. അപ്പോൾ ഗൈസ്, കുട്ടി കരയുണ്ട്. ബിഗ് ഹെഡ് മോഡ് അൺലോക്ക്. എന്ത് ഹെഡ് മോഡാന്ന് അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സ്പീക്കറിനെ കാണാനില്ല, കുട്ടീനെ കാണാനില്ല. ഇതിൻ്റെ ഉള്ളിലാണോ ഗൈസ്? സ്പീക്കറിനെ കാണാനില്ല. ടേക്ക് ബേബി ടു ബെഡ്. ഇതെങ്ങനെ എവിടെ എത്തി? എന്താ അയ്യോടി, കാണുമ്പോൾ ചെകുത്താൻ്റെ പേരേതാണ്. എന്തായാലും ഇവനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാം. ഓർമ്മ കറക്റ്റ് കോട്ട് ഇനി ഇവനിക്ക് വല്ല യു മീൻ ഇനി ലൈക്ക് ബൊമ്മയാണോ വേണ്ട എനിക്ക്? അയ്യോ സോറി. അപ്പോൾ ഇത് വേണ്ട അവന്. പിന്നെ ആടിയനുറക്കാം. ഇതുണ്ട്. പിന്നെ പൂച്ച ആയിരിക്കാണ് പറ്റുണ്ടാവുക. ഈ leave and close the door. Watch. Chill out ചെയ്യാം ഗൈസ്. നമുക്കിവിടെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പോക്കാൻ നമ്മൾ സോഫയിലിരിക്കാം ഗൈസ്. ഇത് കണ്ടുകൊണ്ടും മടുത്തില്ല ഇവന് ഗൈസ്. ഇനി വീണ്ടും കുട്ടി കരയുണ്ടാവും. വീഡിയോ കാണാൻ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ല. മാക്സിമം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 200 അപ്പോൾ ഗൈസ്, നൈറ്റ് 2 ആയിട്ട് നൈറ്റ് 2 കിടക്കാണെങ്കിൽ നമുക്ക് ഗെറ്റ് ദ ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പിക്ചർ വന്നു. ഫൈൻ
ഗൈസ് വീക്കിലി പണി തരുന്നുണ്ടല്ലോ. വേണുണ്ടോ? ഇതുണ്ടോ ഗൈസ്? സ്പൂണ അൺലിമിറ്റഡ് എഗ്ഗാണ് ഗൈസ്. ഇത് ഓർക്കാൻ പറ്റുമോ? ഇത് ഓർക്കാൻ പറ്റില്ലേ? സോളിനാക്കി എന്തൊക്കെ അറിയണ്ട് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് അതിലോർക്കുന്നുണ്ട് വയന കിട്ടി. പിന്നെ ഗീ ബോട്ടിൽ ടു ബേബി. ഇവൻ്റെ മുഖം ഇച്ചിരി മാറിയ പോലെ. ഇവൻ അങ്ങോട്ട് വീട് അപ്പിയിട്ട് ഗൈസ്. ഇട്ടിട്ട് കൂട്ടിയല്ലോ ഗൈസ്. ഫ്ലഷ് അടിക്കാം, ഫ്ലഷ് അടിക്കാം ഗൈസ്. അവൻ പോയി. അയ്യോ സോറി മോനെ, സോറി മോനെ. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആ പാമ്പേഴ്സ് പറക്കും എന്നൊക്കെ. ഞാൻ പാമ്പേഴ്സ് അല്ല പറക്കും. ഇപ്പോൾ ക്യാച്ച് ദ നാപ്പി അറിയാം ഇങ്ങടെ പോകണം. ഇവെന്തോ കളിയൊക്കെ ശിവൻ പറന്നു പോവാ. അവന് തലകറക്കം വന്നു. പത്തിലിട്ട് ഇടിച്ചിട്ട് സ്റ്റാർ ടുട്ടു. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ടുട്ടുമോൻ്റെ കണ്ണ് നിങ്ങൾ കണ്ടോ? എടി ഇങ്ങോട്ട് പോവാ. പറ്റി ടുട്ടു പറയണ്ട. നിന്റെ ടാസ്ക് എന്താണെന്ന് അറിയണമെന്നൊക്കെ ഓർക്കണം. എൻ്റെ സ്റ്റോറി ബുക്കാണ്. ഗൈസ് പുതിയ സ്റ്റോറി ബുക്കാണത്. എന്തായാലും ഇത് ബോറടിക്കണം. വായിച്ചിടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണോണ്ട് ഞാൻ ഇങ്ങനെ അടിച്ചു കളയണം. ഇവൻ്റെ കഥയാണ് put the correct position in court. ഈ പ്രശ്നം റാബിറ്റാണോ എൻ്റെ അനി ഫോറാ കണ്ടിന്യൂ ആയിട്ട് റീഡ്. എന്നാലും പേടിപ്പിച്ചില്ല ഗൈസ് എന്നെ. എന്തായാലും വായിച്ചു കൊടുക്കാം. ഞാൻ 2 പേജുള്ള ഗൈസ്. ഈ 2 പേജ് നമ്മൾക്ക് എന്ത് ചെയ്യാനാ? അയ്യോ എനിക്ക് റൂം പേടി ഗൈസ്. ഈ റൂം ഭയങ്കര ഇട്ടാണ്ട് ഭയങ്കര പേടിയാണ്. ഞാൻ വെയിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ ഇപ്രാവശ്യം ഗൈസ് അട്ടി ആരാണത് ഒന്ന് ഓർഡർ ചെയ്യാണ്ട് എന്താ നടക്കണേ? നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് ടോസ്റ്റിൻ്റെ ഫുഡ് ബോക്സ് ഡിന്നർ ടേബിൾ. മൊയലെങ്ങനെ അങ്ങോട്ട് എത്തി? ഇതുണ്ടോ എൻ്റെ കണ്ണ് എങ്ങനെ ഗൈസ്? തല എങ്ങനെ? ഇത് ബേബിയുടെ ആരോ ആണ് തോന്നുന്നു. നമ്മൾ ടുട്ടുമോൻ്റെ ആരോ ആണ് തോന്നുന്നു. യെസ് അപ്പോൾ ഇനി 3rd നൈറ്റാണ് തോന്നുന്നു. യെസ് 3rd നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഔട്ട്ഫിറ്റ് മാറിയിട്ട് എന്താ ഇത്തവണ ബേബി കൂടില്ല. വാച്ച് ടി വി ഓൺ ഇപ്രാവശ്യം ഞാൻ പറയാം. വീഡിയോ ഉണ്ട് ഗൈസ്. ചെറുതായിട്ടുണ്ട്.
ചീസ് ടോസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു സംഭവം ബ്രെഡ് വെക്കണം. മുട്ട, ഒരു തക്കാളി വെക്കണം. പിന്നെ സ്ലൈസ് ഓഫ് ചീസ് വെക്കണം. എല്ലാം വെക്കണം തോന്നുന്നു. എൻ്റെ കേസ് ബേബിക്ക് കൊടുക്കണം, നമുക്ക് കഴിക്കണം. അല്ലെങ്കിൽ ബേബി തീർക്കും. നമ്മൾക്ക് അതിൻ്റെ വയറെന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടിയുടെ വയറില്ല. എന്നാലും അത് ആനവയറ് വേറെ. അതിന് എപ്പോൾ അവൻ എന്ത് കുടിച്ചാലും അപ്പോൾ തന്നെ അവൻ ഡൈപ്പർ വേണം. നല്ലൊരു ബെഡും കൂടെ ആയ കലാശ് കഴിഞ്ഞു. ടോസ്റ്റ് ചെയ്യാം നമുക്ക്. ബാക്കിലാരുമില്ലല്ലോ. ഇവിടൊക്കെ ഫീഡ് മീനൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ, ഒരു വഴിയല്ലേ ഗൈസ് അത്. ബേബി വാലടച്ചു. നമ്മളോട് പറ്റുമോ? നമ്മളിനി എങ്ങനെ വെച്ചല്ലോ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുമോ? ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. നേരെ പോയിട്ട് ബോട്ടിൽ എടുക്കണം തോന്നുന്നു. ബോട്ടിൽ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ പെട്ടു. ഇവിടെ പെട്ടു കഴിഞ്ഞു ഗൈസ്. പിന്നെ ഒരു കാര്യമില്ല. ഓ, അങ്ങനെ തിരിഞ്ഞ് ഇവിടെ എത്തി. ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ. എൻ്റെ മോൺസ്റ്റർ എന്നല്ലത്, പിന്നെ ഏറ്റവും പേര് മോൺസ്റ്റർ. അത് നമ്മൾ വന്ന വഴി ഇത്. ഇവിടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടെ ആകൊരു വഴിയുള്ള ഗൈസ്. ഇത് ഒരു വഴി പറഞ്ഞായിരുന്നു. നമ്മൾ പോയി എത്താറായി ഗൈസ്. എന്തെങ്ങനെ പാലുടി ചേഞ്ച് ഫ്ലഷ് ചെയ്ത് കളയും ഗൈസ്. ഇത് വരണ്ട അങ്ങോട്ട്. ഇത് പേടിയാണോ? ഓ, ഇവിടെ കളയാൻ പറ്റും ഇതിനെ. അതാണെനിക്ക് തേങ്ങ. ആളെന്തോ മിന്നായം പോലെ. അമ്മേ, പേടിച്ചു ഗൈസ്. അമ്മേ, ഇനി എന്ത് ചെയ്യണ്ടേ? ബ്രേക്ക് ദ എമർജൻസി ഗ്ലാസ്. എമർജൻസി ഗ്ലാസ് അവിടെ. മുകളിലാ തോന്നുന്നു എമർജൻസി. ഗൈസ്, എമർജൻസി ഇതെടുത്തുണ്ട്. അമ്മ, ഇതൊക്കെ അലങ്കോലാക്കിയിടങ്ങി. നമ്മൾ ഈ ഗൈസ് പേടിയാണോ? അവനടുത്തേക്ക് പോണമെന്നാ തോന്നുന്നത്. അയ്യോ, ഇവനെ കിട്ടിയില്ലെങ്കിൽ എന്നെ എൻ്റെ ആൾക്കാരുടെ കിടത്താണ്. ബേബി ഇതാണ് അവനെ പഠിക്കാൻ വേണ്ടി. ഡോർ ലോക്ക് ചെയ്തു. എനിക്ക് പേടിയാണ് ഇപ്പം. ഓരോ അങ്ങനെ പാവ കൊടുക്കുമ്പോഴും അങ്ങനത്തെ
അയ്യോ ഒമ്മേ ഗായ്സ്, ഇവ രാജാവാണ് അവിടുത്തെ. പിന്നെ എന്തിനാ ഇവിടുത്തെ അമ്മമാർ ഇങ്ങനെ എന്നെ അങ്ങോട്ട് കൊണ്ടമ്മേ? ഗുഡ് നൈറ്റ്. എൻ്റെ അടുത്ത് എന്താ ഗുഡ് നൈറ്റ് പറയുന്ന കാര്യം? അപ്പോൾ ഗൈസ്, വീഡിയോ ഇവിടെ നിന്ന് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി പിന്നൊരു ദിവസം കാണാം. അപ്പോൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.